ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസിൻ്റെ ഡേ 71 റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് എല്ലാവരോടും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് ഇത്തവണത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അനീഷ് ആസ് യൂഷ്വൽ, അനീഷിന് പിന്നെ ഒരു ക്യാപ്റ്റൻസിയും അത്ര 100% അനീഷ് പറയാറില്ല. എനിക്ക് തോന്നുന്നു അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസി മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര തൃപ്തികരമാണെന്നുള്ളത്. എന്നാൽ പോലും എല്ലാവരും ഒരു 50% നല്ലതുള്ളൂ, ബാക്കി കൊള്ളില്ല. അതേപോലെ ചില ആൾക്കാർ 60% നല്ലതുള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മീറ്റിങ്ങും കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല, അപ്പോൾ അതൊക്കെ നടത്തും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ വീക്കിൽ. പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഓരോ ടാസ്കിൻ്റെ ഇടയ്ക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല എന്നൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് രാത്രി തന്നെ മീറ്റിങ്സ് നടത്തണമെന്നൊന്നുമില്ല. എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് അതനുസരിച്ചിട്ട് ഇവർക്ക് നടത്താം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആതിര അങ്ങനെ പ്രത്യേകിച്ചൊരു സാധാ ക്യാപ്റ്റനെ പോലെ തന്നെ ആയിരുന്നു, അല്ലാണ്ട് എക്സ്ട്രോർഡിനറി ആയിട്ടൊന്നും ആതിര ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വീട്ടിനകത്ത് കുറച്ച് ഇഷ്യൂസ് കുറവായിരുന്നു. ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മോസ്റ്റ്ലി ആദിലുണ്ടാക്കുന്ന ഇഷ്യൂസ് ആണ് പലതും. പക്ഷെ എന്നാൽ പോലും കഴിഞ്ഞ ആഴ്ച ആദില ക്യാപ്റ്റൻ ആയത് കാരണം ആദിലായിട്ട് ഓരോ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു കുറവുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആതിര നേരത്തെ എണീക്കുന്നു, അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ആതിരയ്ക്ക് വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് വീട്ടിൽ ഈ ക്യാപ്റ്റൻസി കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയത്. പിന്നെ അതേപോലെ നമ്മുടെ ഫസ്റ്റ് സീസണിലെ വിന്നർ സാബുമോൻ ഒരു ദിവസം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കുറേ തുണികൾ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് കൂട്ടിയിട്ടേക്കാണ്, ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ എടുത്ത് വെച്ചുകൂടെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇത് അനുസരിച്ചിട്ട് അതിലൊരു ദിവസം എല്ലാവരോടും ചോദിച്ചിരുന്നു ആരുടെയൊക്കെ തുണികളാണ്. പിന്നെ ആരും റെസ്പോൺസ് ഇല്ലാത്ത തുണികളൊക്കെ എല്ലാം കൂടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു. അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമാണ് അതിൽ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ പല ആൾക്കാർ ഇതേ ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 1-2 ഒപ്പീനിയൻ അത് സാബുമോൻ പറഞ്ഞതിന് ശേഷം, അല്ലാണ്ട് അതിലായിട്ട് കണ്ടറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ലാലേട്ടൻ ആ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ വേറൊന്ന്, കഴിഞ്ഞ ആഴ്ച ജയിൽ ടാസ്ക്കാണ്. വീണ്ടും അനീഷ് തന്നെയായിരുന്നു ഹാട്രിക് അടിച്ചു, 4ാമത്തെ തവണ കണ്ടിന്യൂസ് ആയിട്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അനീഷും സെയിം കാര്യം തന്നെ പറഞ്ഞത്. അനീഷിനെക്കാട്ടിലും ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യലും അത്രയും ഇഷ്യൂസും എല്ലാ എന്താ പറയുക ഉണ്ടാക്കുന്നതും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നൊക്കെ ആൾക്കാർ വേറെ കുറേ ആ വീട്ടിൽ വേറെ ഉണ്ട്. എന്നിട്ട് അവരൊന്നും ജയിലിടാണ്ട് എന്തുകൊണ്ടാണ് അനീഷിനെ തന്നെ വീണ്ടും വീണ്ടും ഇടുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. സെയിം കാര്യമാണ് എനിക്കത് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ജയിൽ ടാസ്കിൻ്റെ ആ ഒരു ഡേയിൽ ഞാൻ എൻ്റെ റിവ്യൂക്കകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അനീഷിനെക്കാട്ടിലും അത്രയും വേസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പല ആൾക്കാരും ആ വീട്ടിലുണ്ട്. ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും ആദിലയാണെങ്കിലും എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വായന എന്താ വരുന്നത് അവർക്ക് പോലും അത്രയും ഒരു ധാരണ ഉണ്ടാവില്ല. അത്രയും ഇതായിട്ടാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബിഹേവിയറും റെസ്പോൺസും എല്ലാം. അത്രയ്ക്കൊന്നും അനീഷിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇല്ല. എന്നിട്ടും അനീഷിനെ ഗ്രൂപ്പ് കളിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു പലതവണയും ആളെ ജയിലിനകത്ത് ഇടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ നോമിനേഷനിൽ ഇത്തവണ ബെന്നിയാണ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും ബെന്നി പോകുന്നുള്ളത്. ഈവൻ ഞാനും എക്സ്പെക്റ്റ് ചെയ്തു ബെന്നി ആയിരിക്കും മോസ്റ്റ്ലി ആഴ്ച പോവുക. ഞാൻ 2 എലിമിനേഷൻ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഒരു എലിമിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ബെന്നിയാണ് പോയത്. എനിക്ക് തോന്നുന്നു ഇത്തവണ സാബുമാൻ എന്താ പറയുക ഇതായി. അപ്പോൾ ആ വീട്ടിനകത്തുള്ള പല ആൾക്കാരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. കാരണം എല്ലാ ആഴ്ചയും സാബുമാനും ലക്ഷ്മിയും ഈ പറഞ്ഞ പോലെ നോമിനേഷനിൽ വരും. അവർ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം വരുന്നത്. പക്ഷെ എന്നിട്ട് പോലും അവർ രക്ഷപ്പെട്ടു പോവും, മറ്റുള്ള ആൾക്കാർ എലിമിനേറ്റ് ആവും വരും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ബിന്നിക്ക് 2 വീക്സ് അത്രയും നല്ല ഇതായിരുന്നു. കാരണം ഒരു ക്യാപ്റ്റൻസി കിട്ടി, പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടി, കുറേ കാര്യങ്ങൾ ബിന്നി കുറച്ചും കൂടെ നന്നായി കളിച്ചു തുടങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് എന്താണെങ്കിലും കഴിഞ്ഞ ആഴ്ച പിന്നെ അത്ര നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും പിന്നെ കഴിഞ്ഞ കുറച്ച് വീക്സായിട്ട് അത്യാവശ്യം നന്നായിട്ട് പോസിറ്റീവായി വന്നിരുന്ന ആളാണ്. അപ്പം ഈ അറ്റ് എൻഡ് ഓഫ് ദി ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ
പ്രേക്ഷകരുടെ വോട്ടാണ് മെയിൻ കാര്യം. അപ്പോൾ ബെന്നി ഔട്ടായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ആരൊക്കെയാണ് എലിമിനേഷനിൽ വരുന്നത്, ആരായിരിക്കും നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻസി എന്നും നമുക്കറിയില്ല. അപ്പോൾ അതെല്ലാം ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിപ്പോർട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.